ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഗൂഗിൾ ജാംബോർഡിൻ്റെ സോഫ്റ്റ്വെയർ പോർഷൻ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതായിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗൂഗിൾ ജാംബോർഡിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഒരു ഗൂഗിൾ ജാംബോർഡ് മറ്റൊരാളുമായി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അയാൾക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, എങ്ങനെ അത് കാണാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതുപോലെ തന്നെ ജാംബോർഡ് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോമിൽ jamboard.google.com എന്ന് ടൈപ്പ് ചെയ്ത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന വിൻഡോ ഗൂഗിൾ ജാംബോർഡിൻ്റെതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഓൺഡ് ബൈ എനിവൺ എന്നുള്ളൊരു ഓപ്ഷനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മളിത് ഓൺഡ് ബൈ എനിവൺ എന്ന് തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എങ്കിലേ മറ്റുള്ളവർക്കും നമ്മൾ ഷെയർ ചെയ്യുന്ന ബോർഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. റൈറ്റ് സൈഡ് താഴെയായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ബോർഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ ജാംബോർഡിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നത് കാണാം. അൺടൈറ്റിൽഡ് ജാം എന്ന് കാണാം. അത് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എക്സാമ്പിളായിട്ട് ക്ലാസ് 10 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഏത് ക്ലാസ് ആണോ അതോ ഏത് മീറ്റിംഗ് ആണോ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ടൈറ്റിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അത് ക്ലാസ് 10ൻ്റെ ബോർഡായി മാറിയിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ഫ്രെയിം എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് നമുക്കൊരു വൈറ്റ് ഓർ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആക്കി മാറ്റാം. ഇനി ഇതിൽ ഇമ്പോർട്ടൻറ്റ് ബട്ടൺ എന്ന് പറയുന്നത് ഇതിൽ ഷെയർ ബട്ടൺ ആണ്. ഷെയർ ക്ലിക്ക് ചെയ്യുക. ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്ന വിൻഡോയിൽ കാണാം, നമുക്ക് ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്തുകൊണ്ട് ഇത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാം. അതല്ലെങ്കിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ട് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ലിങ്ക് ഷെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് ഒരാൾക്ക് നമ്മൾ മെയിൽ അയച്ച് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെങ്കിലും മറ്റൊരാൾ ഇതിൽ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. അതിപ്പോൾ സ്റ്റുഡൻ്റ് ആവാം, നമ്മളെ കൊളീഗ്സ് ആവാം, ആരായാലും അവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സൈമിൾട്ടേനിയസ്ലി അവരുടെ വിൻഡോയിൽ മീൻസ് അവരുടെ PC-യിലോ അവരുടെ ഫോണിലോ എങ്ങനെയാണ് ഇത് ഓപ്പൺ ആവുക, എങ്ങനെയാണ് നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ മീറ്റിങ്ങിന് വരുന്ന പോയിന്റ്സ് നമ്മൾ ജാംബോർഡിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് അവരുടെ സ്ക്രീനിൽ അത് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് ഒരു ഫോണിൻ്റെ വിൻഡോ ആണ്. ഫോണിൽ നമ്മൾ ജാംബോർഡ് എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്തതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മെയിൽ വഴി കിട്ടുന്ന അത് വെച്ചിട്ട് നമുക്ക് ജാംബോർഡിൽ ജോയിൻ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ക്ലാസ് 10ൻ്റെ ബോർഡാണ് അവിടെ കാണുന്നത്. നമ്മളുടെ വിൻഡോയിൽ ഉണ്ടായിരുന്നതും ക്ലാസ് 10ൻ്റെ ബോർഡ് തന്നെയാണ്. സൈമിൾട്ടേനിയസ്ലി രണ്ടും ഒരേ ക്ലാസ് തന്നെയാണ് രണ്ടിലും വരുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി സ്ക്രീൻ ഒന്ന് വലുതാക്കി കാണിക്കാം. ലെഫ്റ്റ് സൈഡിലുള്ളത് നമ്മൾ ആദ്യമേ പ്രിപ്പയർ ചെയ്ത് വെച്ച നമ്മുടെ ബോർഡാണ്. റൈറ്റ് സൈഡിലുള്ളത് ആരുമായിട്ടാണോ ഷെയർ ചെയ്തത് അല്ലെങ്കിൽ ആരാണ് അതിൽ ജോയിൻ ചെയ്തത് അവരുടെ സ്ക്രീനാണ് കാണുന്നത്. ഇനി നമുക്ക് നമ്മളെ ബോർഡിൽ എന്തൊക്കെ ടൈപ്പ് ചെയ്യാം എന്നുള്ളത് അതന്നെ അവർക്കും അവരുടെ ബോർഡിൽ കാണാവുന്നതാണ്. എക്സാമ്പിളായിട്ട് നമുക്ക് ഒരു പെൻ എടുത്തിട്ട് ഒരു മാറ്റർ ടൈപ്പ് ചെയ്യാം എന്തെങ്കിലും. ഇപ്പോൾ ഹായ് എന്ന് ടൈപ്പ് ചെയ്യാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം സൈമിൾട്ടേനിയസ്ലി റൈറ്റ് സൈഡിലുള്ള ഫോണിൻ്റെ സ്ക്രീനിലും ഹായ് എന്നുള്ളത് വന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് കുറച്ച് സ്ലോ ആയിട്ട് വരുന്നത്. നല്ല നെറ്റ്വർക്ക് ആകുമ്പോൾ അതേ ടൈമിൽ തന്നെ കാണാവുന്നതാണ്. കളർ ചേഞ്ച് ചെയ്യുക, അണ്ടർലൈൻ ചെയ്തിട്ടൊരു റെഡ് അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെയും റെഡ് അണ്ടർലൈൻ വന്നത് കാണാം. നമ്മൾ എന്തെല്ലാം ഈ ബോർഡിൽ ടൈപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു അതെല്ലാം സ്ക്രീനിൽ അപ്പുറത്തും വരുന്നതായി കാണാം. നമുക്കൊരു സ്റ്റിക്കി നോട്ട് ആഡ് ചെയ്ത് നോക്കാം.
സ്റ്റിക്കി നോട്ട് ഫോണിലെ സ്ക്രീനിൽ വന്നത് ഇപ്പോൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കതൊന്നും കൂടി വലുതാക്കിയിട്ട് കാണിക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ഒരു കോപ്പി സ്ക്രീനിൽ വന്നത് കാണാം. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ചെയ്യാം. നമ്മളൊരു ഇമേജ് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ ഗൂഗിൾ ഇമേജ് സെർച്ചിൽ നിന്ന് നമുക്കൊരു ഇമേജ് എടുത്ത് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് നോക്കാം. രണ്ട് സ്ക്രീനിലും നമ്മൾ സെലക്ട് ചെയ്ത ഇമേജ് വന്നിരിക്കുന്നത് കാണാം. ഇനി നമ്മളൊരു ലേസർ ഉപയോഗിച്ച് അതൊന്ന് മാർക്ക് ചെയ്യാണ്. മാർക്ക് ചെയ്യുന്നത് രണ്ട് സ്ക്രീനിലും വരുന്നത് കാണാം. നമ്മൾ ക്ലാസ്സസ് എടുക്കുമ്പോൾ ടീച്ചേഴ്സിന് ഇത് വളരെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ ക്ലിയർ ഫ്രെയിം കൊടുക്കുകയാണെങ്കിൽ എന്തെല്ലാം നമ്മുടെ സ്ക്രീനിലുണ്ടോ നമ്മുടെ ബോർഡിലുണ്ടോ അതെല്ലാം മാഞ്ഞു പോകുന്നതാണ്. രണ്ട് സ്ക്രീനും ബ്ലാക്ക് ബോർഡ് മാത്രമായി. ഇനി ആദ്യം പറഞ്ഞു ഇത് ഓൺഡ് ബൈ എനിവൺ എന്നാണ് കൊടുത്തിരുന്നത് എന്ന്. ഓൺഡ് ബൈ എനിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടീമിനും ഇതിനകത്ത് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. ഓൺഡ് ബൈ മീ എന്ന ഓപ്ഷനാണ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നതെങ്കിൽ ഇതിൽ ഒരാൾക്ക് മാത്രമേ ബോർഡിൽ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് പേർക്കും എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് ഞാനിത് ഓൺഡ് ബൈ എനിവൺ എന്നാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിനി ഇത് ഫോണിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്ക്രീനിൽ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഇത് ആദ്യത്തെ സ്ക്രീനിലേക്കുള്ള ആൾക്ക് കാണുന്നു എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇത് ഫോണിലാണ് ടൈപ്പ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലുള്ള ഫോണിൽ ഹായ് എന്ന് ടൈപ്പ് ചെയ്തപ്പം ലെഫ്റ്റ് സൈഡിലുള്ള സ്ക്രീനിലും ഹായ് എന്ന് വന്നു. എന്ന് വെച്ചാൽ നമ്മളത് ഓൺഡ് ബൈ എനിവൺ എന്നുള്ള ഓപ്ഷൻ ആക്കിയത് കൊണ്ടാണ് അങ്ങനെ വന്നത്. ലേസർ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുമ്പോൾ രണ്ട് സ്ക്രീനിലും ഒരുപോലെ വരുന്നത് കാണാം. ഇനി ഒരു സ്റ്റിക്കി നോട്ട് ആഡ് ചെയ്ത് നോക്കാം. ഇനി ഇതിൽ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ക്രീനിൽ ടൈപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ സ്ക്രീനിൽ എഴുതുന്നത് കാണുന്നത് എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് റൈറ്റ് സൈഡിലുള്ളത് ഒരു സ്റ്റുഡൻറ്റിൻ്റെതാണെന്നും ലെഫ്റ്റ് സൈഡിലുള്ളത് ടീച്ചറുടേതാണെന്നും സപ്പോസ് അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് ടീച്ചറോട് കൺവേ ചെയ്യുന്നത് അല്ലെങ്കിൽ ടീച്ചർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി കുട്ടി ബോർഡിൽ എഴുതി കാണിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് ആരാണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാം ഷെയർ ബട്ടൻ്റെ സൈഡിൽ തന്നെ 3 ഡോട്ട്സിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആരാണ് അത് ടൈപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് അതിൽ എഴുതുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അയാളുടെ പേര് ക്ലിയർ ഫ്രെയിമിൻ്റെ റൈറ്റ് സൈഡിലായിട്ടും എഴുതി വരുന്നതാണ്. അപ്പോൾ ആരാണ് ആ ബോർഡിൽ എഴുതുന്നത് എന്നുള്ളത് കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പം അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇന്ന് നമ്മൾ കണ്ടത് ഗൂഗിൾ ജാംബോർഡ് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഇത് ഗൂഗിൾ മീറ്റുമായി ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ നന്നായി ക്ലാസ്സുകൾ എടുക്കാനും ക്ലാസ്സുകൾ ഇഫക്റ്റീവ് ആക്കുവാനും വളരെയധികം സഹായകമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.